PSC ഫാക്ട് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ BR അംബേദ്കറാണ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ചെറിയ ഭരണഘടനയും ഏറ്റവും പഴക്കമുള്ളതുമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച പത്രമാണ് ഇന്ത്യ പാട്രിയോട്ടിക്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഒരു പത്രമാണ് ഇന്ത്യ പാട്രിയോട്ടിക്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1936 ഫേസ്പൂർ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1936 ഫേസ്പൂർ സമ്മേളനം. 1936 ഫേസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1936 ഫേസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് 1945 വേവൽ പ്ലാൻ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് 1945 വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതം ആകുവാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുവാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. പ്രഥമ സമ്മേളനത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ പങ്കെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ 207 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഈ 207 പ്രതിനിധികൾ പങ്കെടുത്തതിൽ 9 പേർ വനിതകളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-ന്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തിരഞ്ഞെടുക്കപ്പെട്ടത്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ മാത്രമേ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് ഉത്തരം എഴുതാമുള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആയിരുന്നത് HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാരായിരുന്നത് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആയിരുന്നത് BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആയിരുന്നത് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17 1947 നവംബർ 17 നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത്. 1947 നവംബർ 17 ചേർന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ആദ്യ സ്പീക്കറായി GV മാവലങ്കർ തെരഞ്ഞെടുക്കപ്പെട്ടത്. 1947 നവംബർ 17 GV മാവലങ്കർ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തർ എന്നിവരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തർ. ഇതിൽ DP ഗെയ്ത്താന് പകരമായിട്ട് TT കൃഷ്ണമാചാരിയും BL മിത്തറിന് പകരമായിട്ട് N മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് BR അംബേദ്കർ. ചിലപ്പോഴൊക്കെ PSC പരീക്ഷകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചില പ്രധാനപ്പെട്ട കമ്മിറ്റികളിലെ ചെയർമാൻമാർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളുടെ ചെയർമാൻമാർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കമ്മിറ്റിയായിരുന്നു മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റി. മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് BR അംബേദ്കർ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്നിവയുടെ ചെയർമാനായിരുന്നത് രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി എന്നിവയുടെ ചെയർമാനായിരുന്നത് രാജേന്ദ്ര പ്രസാദ്. ഓർഡർ ഓഫ് ബിസിനസിന്റെ ചെയർമാനായിരുന്നത് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസിന്റെ ചെയർമാനായിരുന്നത് KM മുൻഷി. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് പട്ടാഭി സീതാരാമയ്യ. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് JB കൃപലാനി. മൗലികാവകാശ സബ് കമ്മിറ്റി, മാറിപ്പോകരുത്, മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് JB കൃപലാനി. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് HC മുഖർജി. മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് HC മുഖർജി. ഇവിടെയും മാറിപ്പോകരുത്, മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് JB കൃപലാനി. അതുപോലെ തന്നെ മൈനോരിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് HC മുഖർജി.
ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് എസ് കെ ദർ ആണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് എസ് കെ ദർ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയതോടുകൂടി അംഗസംഖ്യ 299. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയതോടുകൂടി അംഗസംഖ്യ 299. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ 389 അംഗങ്ങളിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ എണ്ണം 93, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ഈ 296 അംഗങ്ങളിൽ ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 292, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചില PSC പരീക്ഷകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എന്നതിന് 292 ഉത്തരമായിട്ട് PSC തരാറുണ്ട്. അപ്പോൾ ഈ 2 ഉത്തരങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എന്നത് 296. PSC ഉത്തരവ് സൂചിക പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 15 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 15. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളി വനിതകളുടെ എണ്ണം 3 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളി വനിതകളുടെ എണ്ണം 3. ആരൊക്കെയാണ് ആ 3 മലയാളി വനിതകൾ എന്ന് നമുക്ക് നോക്കാം. 1 ആനി മസ്ക്രൈൻ, 2 അമ്മു സ്വാമിനാഥൻ, 3 ദാക്ഷായണി വേലായുധൻ. ആരൊക്കെയാണ്? ആനി മസ്ക്രൈൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആദ്യ വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഒന്നുകൂടി നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 15. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന 3 മലയാളി വനിതകൾ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളികളുടെ എണ്ണം 17 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളികളുടെ എണ്ണം 17 ആയിരുന്നു. തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരും മലബാർ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 9 പേരും കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളും ഉൾപ്പെടെ മൊത്തം 16 പേരും ഇവരെ കൂടാതെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ മത്തായും ഉൾപ്പെടെ 17 മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. മാറിപ്പോകരുത്. ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നതും ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 26-നാണ്. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നതും ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 26-നാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-ന്.
ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും ദേശീയ ഗാനത്തെ അംഗീകരിച്ചതും 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം മാറിപ്പോകരുത്. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇത് PSC ഉത്തരസൂചിക പ്രകാരമുള്ള ഉത്തരമാണ്. ശരിക്കും ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. മൊത്തം 11 സെക്ഷനുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് 165 ദിവസമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണം 165. 11 സെക്ഷനുകളിൽ ആയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ 165 ദിവസം സമ്മേളിച്ചത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റെയ്സ്ദയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റെയ്സ്ദ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റെയ്സ്ദ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ ചാനൽ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും PSC ഫാക്ട് ഫാൾ ടീമിൻ്റെ വിജയാശംസകൾ.